KPCC പുനഃസംഘടനയിലെ അതൃപ്തി ഹൈക്കമാൻഡിനെ നേരിട്ടറിയിച്ച് കെ സുധാകരൻ. നേതാക്കളാണ് പാർട്ടിയിൽ അനൈക്യമുണ്ടാക്കുന്നത്. നേതാക്കൾ ഭിന്നിപ്പുണ്ടാക്കുന്നത് നിർത്തിയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്ന് മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചു. ഞങ്ങളെല്ലാം അറിയിക്കേണ്ട അതിർത്തിയെല്ലാം നേരെ മുഖം നോക്കിയിട്ട് തന്നെ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ അടിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു, നേതാക്കന്മാരാണ് ഈ പാർട്ടിക്കകത്ത് അനൈക്യമുണ്ടാക്കുന്നവർ. ആ അനൈക്യമുണ്ടാക്കുന്നത് നിർത്തിയാൽ നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിച്ചു വരാൻ പറ്റും, ഇല്ലേ നമ്മൾ വെള്ളത്തിലിറങ്ങും എന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങ് ഇറങ്ങി വന്നത്. നിശ്ചയമായും എല്ലാവർക്കും അത് ബോധ്യമുണ്ട്. അങ്ങനെ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലെന്നേ. ഒരു പാർട്ടി ആകുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു പാർട്ടി ആകുമ്പോൾ ഒരു വിഷയം വന്നാൽ ആ വിഷയത്തിനകത്ത് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവില്ലേ? അതെല്ലാം തർക്കങ്ങളാണ്. ആശയവിനിമയങ്ങൾ നടക്കുന്നു, ഇപ്പം നടക്കുന്നു. ഇന്നിപ്പം നടത്തിയതെല്ലാം ആശയവിനിമയങ്ങൾ തന്നെയാണ്. യോഗത്തിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. വയനാട് പുതിയ DCC അധ്യക്ഷനെ നിയമിക്കുന്നതിന് മുൻപ് കൂടിയാലോചനയുണ്ടായില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 അക്ക വോട്ടിന് തോറ്റവരെ ജനറൽ സെക്രട്ടറിയാക്കി മാറ്റി എന്നൊക്കെയുള്ള വിമർശനങ്ങൾ അറിയിച്ചിട്ടുണ്ട് നേതൃത്വത്തെ എന്നതാണ് നമുക്ക് ലഭിച്ച വിവരം. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി. അജീഷ്, പറയാനുള്ള കാര്യങ്ങളൊക്കെ ഹൈക്കമാൻഡിനോട് നേരിട്ട് പറഞ്ഞു, അതിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുണ്ട് എന്നാണോ നമുക്ക് മനസ്സിലാക്കാനായത്? അങ്ങനെയാണ് അനുജ. അതായത് ഈ പുനഃസംഘടനാ വിവാദങ്ങൾ നിലനിൽക്കുകയാണ് കേരളത്തിന്റെ KPCC നേതൃത്വത്തെ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയത്. ഓരോ നേതാക്കളെയും ഒറ്റയ്ക്കായിട്ടായിരുന്നു ഹൈക്കമാൻഡ് കണ്ടത്. രാഹുൽ ഗാന്ധിയും ഖർഗെയും കണ്ടത്. മാത്രമല്ല, അവർക്ക് പറയാനുള്ളതെല്ലാം വിശദമായി കേൾക്കുകയും ചെയ്തു. കേരളത്തിലെ KPCC നേതൃത്വമൊപ്പം തന്നെ CWC അംഗങ്ങളായിട്ടുള്ള ശശി തരൂരും കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ളവരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പ്രധാനമായും ചില നേതാക്കൾ ഉന്നയിച്ചിരുന്നത് സംസ്ഥാനത്തെ KPCC നേതൃത്വത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചായിരുന്നു. പ്രത്യേകിച്ച് KPCC അധ്യക്ഷന്റെ പ്രവർത്തന ശൈലിയിൽ അവർ വിമർശനം ഉന്നയിച്ചു. രാഷ്ട്രീയകാര്യ സമിതിയും KPCC യോഗവും ഒന്നും കൃത്യമായി ചേരുന്നില്ല. മാത്രമല്ല, മുതിർന്ന നേതാക്കളുമായി സംവദിക്കാതെയാണ് പല തീരുമാനങ്ങളും എടുക്കുന്നത്. KPCC അധ്യക്ഷനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും തമ്മിൽ ആശയവിനിമയം നടത്തുന്നില്ല തുടങ്ങിയ വിമർശനങ്ങളായിരുന്നു ഈ നേതാക്കൾക്ക് ഹൈക്കമാൻഡിനോട് അറിയിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ സുധാകരന്റെ വിമർശനം തന്നെയായിരുന്നു. കെ സുധാകരൻ പല കാര്യങ്ങളും ആ നേതൃത്വം മുഖത്തു നോക്കി പറഞ്ഞു എന്നാണ് അദ്ദേഹം പുറത്തിറങ്ങിയ മാധ്യമങ്ങളോട് പറഞ്ഞത്. ചില നേതാക്കൾ തന്നെയാണ് അനൈക്യം സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നത്. ആ നേതാക്കൾ ശരിയായില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ തോൽക്കും. അവർ ശരിയായെങ്കിൽ മാത്രമേ വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്താൻ സാധിക്കൂ എന്നുള്ള ഒരു വിമർശനമാണ് കെ സുധാകരൻ ഉന്നയിച്ചത്. കെ സുധാകരന്റെ വിമർശനത്തോട് അർജുൻ ഖർഗെയോട് നമ്മൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് കെ സുധാകരൻ പറഞ്ഞ എല്ലാ കാര്യവും മാധ്യമങ്ങളോട് പറയാനായില്ല. പക്ഷേ ഈ പുറത്ത് പറഞ്ഞ കാര്യങ്ങളിൽ ചിലത് തന്നോട് പറഞ്ഞിട്ടുണ്ട്. അക്കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യും, എല്ലാവരുടെയും അഭിപ്രായം തേടിയ ശേഷം അത് സംസ്ഥാന നേതാക്കളോട് അറിയിക്കുകയും ചെയ്യും തുടങ്ങിയ വിവരങ്ങളാണ് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ തന്നെ അറിയിച്ചത്. എന്തായാലും ഈ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ, ഇതിനെക്കുറിച്ച് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ യോഗം നിർണായകമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച നടത്തിയത്. ഓരോ നേതാക്കളെയും അവരുടെ അഭിപ്രായങ്ങൾ വ്യക്തിപരമായിട്ട് തന്നെ ചോദിച്ചറിയുകയാണ്. അതിനുശേഷം ഇപ്പോൾ എല്ലാ നേതാക്കളുമായി ഒരുമിച്ചിരുത്തി ഇപ്പോൾ യോഗം ചേരുന്നുണ്ട് AICC നേതൃത്വം. അതിനുശേഷമായിരിക്കും ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ, അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്ലാനുകൾ നടപ്പിലാക്കുക. നവംബർ 1 മുതൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം തുടങ്ങാനാണ് നിലവിൽ AICC നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒരു പ്ലാന് AICC നേതൃത്വത്തിന് നൽകിയെങ്കിലും അതിൽ ചില മാറ്റങ്ങൾ വരുത്താനാണ് AICC നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഈ പുനഃസംഘടനയിൽ പല നേതാക്കൾക്കും അതൃപ്തി ഉണ്ടായിരുന്നു. അത് പരസ്യമായി തന്നെ അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഈ വിഷയവും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായി. പല നേതാക്കളും പറഞ്ഞത് ഈ 5 അക്കത്തിന്, അതായത് 10,000-ന് മേൽ വോട്ടിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റവർ പോലും ഇത്തവണത്തെ ഈ പുനഃസംഘടനയിൽ ജനറൽ സെക്രട്ടറിമാരായി വന്നു. മാത്രമല്ല, ഈ സെക്രട്ടറിമാരുടെ ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അവരുടെ നിയമനം അതൊന്നും കൃത്യമായി നടക്കുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ തുടങ്ങിയ വിഷയങ്ങളും AICC അറിയിച്ചു. എന്തായാലും എല്ലാ വിഷയങ്ങളും സംസാരിച്ച് അത് പരിഹരിച്ച് നേതൃത്വത്തെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ കൂടിക്കാഴ്ച നടക്കുന്നത്. അതാണ് അജീഷ്, ഇപ്പോൾ ഇതിൽ ഈ പുനഃസംഘടനയിൽ അതൃപ്തി ഉണ്ടെങ്കിൽ അത് ഒരുപക്ഷെ സെക്രട്ടറിമാരുടെ പട്ടിക വരുമ്പോൾ അത് അങ്ങനെ പരിഹരിക്കപ്പെടാം എന്ന് നമുക്ക് കരുതാം. പ്രത്യേകിച്ച് കെ സുധാകരനൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമുക്കറിയാം, ഇത്രയും വലിയ തൃപ്തി ഇത് തനിക്ക് മുൻപ് ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കെ മുരളീധരൻ അതൃപ്തിയുണ്ട്. ഇതിലൊക്കെ ഒരുപക്ഷെ സമവായമായാൽ പോലും
ഈ നേതാക്കൾ ഉന്നയിച്ചിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ടല്ലോ, ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അനൈക്യം, അത് നേതാക്കളാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്ന് സുധാകരൻ പറയുന്നു. അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള എന്നുള്ളത് സർക്കാരിന് തിരിച്ചടിയാണ്, പക്ഷെ അവിടെ പോലും തങ്ങൾക്കത് ഗുണകരമാക്കി മാറ്റാൻ കഴിയുന്നില്ല എന്ന് ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ പറയുകയാണെങ്കിൽ ആ പ്രതിസന്ധി ഹൈക്കമാൻഡിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? നിലവിൽ ഈ സംസ്ഥാനത്തെ പ്രധാനമായും പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും വരുന്ന തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ചിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്ലാൻ AICC നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. അതിൽ പ്രധാനമായും പറയുന്നത് ഈ സ്വർണ്ണപ്പാളി വിവാദമാണ്. ഈ സ്വർണ്ണപ്പാളി വിവാദം സംസ്ഥാന സർക്കാരിനെതിരെ വലിയ രീതിയിൽ ജനരോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് മുതലാക്കണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് KPCCയുടെ നിലവിലെ നേതൃത്വം AICCയോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ പല നേതാക്കൾക്കിടയിലും പരസ്പരം അഭിപ്രായ വ്യത്യാസമുണ്ട്. നേരത്തെ VD സതീശൻ KC വേണുഗോപാലിന്റെ ഈ കേരളത്തിലെ സജീവമായിട്ടുള്ള പരിപാടികളെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പരിഹാസരൂപേണ ചില കമന്റുകളൊക്കെ നടത്തി. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും തമ്മിലുള്ള ആശയവിനിമയ കുറവ്, ഇതൊക്കെ നേതാക്കൾ ഇന്ന് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ഇടപെടൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.